Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 UPSC നടത്തുന്ന NDA എക്സാമിനേഷൻ ത്രൂ ആർമി, നേവി, എയർഫോഴ്സ് ഈ മൂന്ന് സെക്ടറിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള NDA എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് upsc.online.nic.in ഈ വെബ്സൈറ്റിലൂടെ ജനുവരി 9 വൈകുന്നേരം 6 o'clock ബിഫോർ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. നമ്മുടെ ബർത്ത് ഡേറ്റ് വരേണ്ടത് 2005 ജൂലൈ 2നും 2008 ജൂലൈ 1നും ഇൻ ബിറ്റ്വീൻ ബർത്ത് ഡേറ്റ് വരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ബോയ്സിനും ഗേൾസിനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, സയൻസ് എടുത്ത് പഠിച്ചവർക്കോ ഇല്ലെങ്കിൽ സയൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫീസ് 100 rupees മാത്രമാണ്. റിസർവേഷൻ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ലാതെ തന്നെ അപ്ലൈ ചെയ്ത് എക്സാമിനേഷനിലേക്ക് പോകാം. ഈ എക്സാമിനേഷന് സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലും എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ 21-നാണ്. ഈ 21-ന്റെ 2 പേപ്പറുള്ള എക്സാമിനേഷൻ, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എക്സാമിനേഷൻ മാത്സ് തന്നെയുള്ള എക്സാമിനേഷനാണ്, 300 മാർക്കും. പേപ്പർ 2 ജനറൽ എബിലിറ്റിയുടെ എക്സാമിനേഷനാണ്, 600 മാർക്കും. ഈ 2 പരീക്ഷയ്ക്കും സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിലും എക്സാമിനേഷന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എല്ലാ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ വരാമെന്നുള്ളത് കൊണ്ട് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രയോറിറ്റി. ഇനി സയൻസ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാം. ഈ പരീക്ഷയെ ബേസ് ചെയ്തിട്ട് ഈ സബ്ജക്ട്സുകൾ പഠിച്ച് ഒരുങ്ങണമെന്ന് മാത്രം. ഈ പേപ്പർ 1 പേപ്പർ 2 റിട്ടൺ എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുശേഷമുള്ള സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് ലഭിക്കുവാൻ ഒരു സെക്കൻഡ് സെക്ഷനായ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ 5 ദിവസത്തെ ഒരു സെലക്ഷൻ പ്രൊസീജിയറാണ്. അതിലും വിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് അതിനുശേഷം മെഡിക്കലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പഠിക്കാനായി അവസരം ലഭിക്കുക. ഈ പഠിക്കാനായി അവസരം ലഭിച്ചു കഴിഞ്ഞാൽ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലെയും 400 സീറ്റിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഗേൾസിനും ബോയ്സിനും സീറ്റുകളുണ്ട്. ഇതിലൂടെ പഠിക്കേണ്ട ഈ ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലേക്ക് നമുക്ക് പഠിക്കാനുള്ള ക്യാമ്പസുകൾ പൂനെയിലും കണ്ണൂർ, ഏഴിമലയിലുമുള്ള ഈ 2 ക്യാമ്പസിലായിരിക്കും നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നത്, പഠിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത്. അഡ്മിഷൻ ലഭിച്ച് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടറിലെ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിലേക്കാണ് ജോലിയിലേക്ക് ലഭിക്കുക. അപ്പോൾ ഇത്രയും ഉയർന്ന റെപ്യൂട്ടഡ് ഡെസിഗ്നേഷനിലേക്ക് സൗജന്യമായി പഠിച്ച് ഒരു പോസ്റ്റ് ലഭിക്കുവാൻ തീർച്ചയായും +2 ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 സെക്ടർ ഡ്രീം ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുകയും വേണം. ഇനി ഇതിനുള്ള എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ തന്നെ 3 സെൻറ്ററുകളുണ്ട്. കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ, ബാംഗ്ലൂർ, മുംബൈ ആൻഡ് ഡൽഹി. ഇത്രയും എക്സാമിനേഷൻ സെൻറ്ററുകളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സാമിനേഷൻ സെൻറ്റർ നമുക്ക് എവിടെ വേണം, ഏത് സെക്ടറിലേക്കാണ്, ആർമിയാണോ, നേവിയാണോ, എയർഫോഴ്സ് ആണോ, ഇത് 3-ൽ ഏതാണ് നാം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇതിൽ ഈ സബ്ജക്ട്സുകൾ ഞാൻ കൃത്യമായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഇതിന് ഈ റിട്ടൺ എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന മെഡിക്കൽ ടെസ്റ്റുകളും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റുകളിലും ഒക്കെ ക്വാളിഫൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എനിക്കുണ്ടോ, ഈ വിശദ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. കൂടുതലായി NDA കുറിച്ച് അറിയാൻ NDAയുടെ വെബ്സൈറ്റായ upsc.online.nic.in എന്ന വെബ്സൈറ്റിലൂടെ NDAയുടെ അഡ്മിഷൻ പ്രൊസീജിയറും സെലക്ഷൻ പ്രൊസീജിയറും സീറ്റുകളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഫോൺ നമ്പറിലൂടെ ബന്ധപ്പെട്ടും NDAയെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഇനി ഇത് കൂടാതെ ഒരു NDAയുടെ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി എക്സാമിനേഷന് വേണ്ടി നന്നായി പഠിച്ചുയരാനും പഠിച്ചൊരുങ്ങാനും അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഒരു അഡ്മിഷൻ പ്രൊസീജിയർ ആവട്ടെ, എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻ ആവട്ടെ, എങ്ങനെയാണ് ഈ സബ്ജക്റ്റുകൾ കൃത്യമായി പഠിച്ചു തീർക്കേണ്ടതിനെക്കുറിച്ചുള്ള ഡൗട്ട്സുകളാവട്ടെ, ഇനി നല്ല ഒരു ക്രാഷ് കോഴ്സിലൂടെ NDAയുടെ എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങാനുള്ള ട്രെയിനിങ് പ്രോഗ്രാം ആവട്ടെ, ഇതിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. സംശയങ്ങൾക്ക് വിളിക്കാം.
ഫോൺ നമ്പർ 9400321321. ഈ നമ്പറിലേക്ക് വിളിച്ച് ഇല്ലെങ്കിൽ ആൽഫയുടെ വെബ്സൈറ്റിലുള്ള ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്കൊരു സീറ്റ് രജിസ്റ്റർ ചെയ്യാം. നന്നായി പഠിക്കാം, നന്നായി ഒരുങ്ങാം, പരീക്ഷ നന്നായി എഴുതാം. അതിലൂടെ ഒരു റിട്ടൺ എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്ത് ഫിസിക്കൽ ടെസ്റ്റിലും കംപ്ലീറ്റ് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഈ കമ്മീഷൻഡ് ഓഫീസർ ഡെസിഗ്നേഷനിലേക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച കരിയർ, അത് ആർമിയിലെയും നേവിയിലെയും എയർഫോഴ്സിലെയും കരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാൻഡിഡേറ്റും ഇതിനെ അപ്ലൈ ചെയ്യാം. ഇനി ഈ +2 പഠിക്കുന്ന സമയത്ത് നമുക്ക് എഴുതുന്ന ഈ NDA എക്സാമിനേഷൻ മാത്രമല്ല, നമുക്ക് എഴുതാവുന്ന 42ഓളം വിവിധ എൻട്രൻസ് പരീക്ഷകളുണ്ട്. അത് JEE എക്സാമിനേഷൻ, കുസാറ്റ് എക്സാം, കീം എക്സാമിനേഷൻ, IMU CET എക്സാമിനേഷൻ, നീറ്റ് എക്സാമിനേഷൻ, ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന വിവിധ എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ IIT എക്സാമിനേഷനും SSCRA എക്സാമിനേഷനും, ഇങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുന്ന എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, ഇതിനൊക്കെ നാം പഠിക്കേണ്ടതോ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ 11th-ൻ്റെയും 12th-ൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റുകൾ മാത്രം. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു പേഴ്സണൽ അറ്റൻഷനാണ്. ഇവിടെ വേണ്ടത് നമുക്കൊരു പേഴ്സണൽ കെയർ ആണ്. ഏറ്റവും സിസ്റ്റമാറ്റിക്കായ ഒരു അപ്രോച്ചാണ്, സിസ്റ്റമാറ്റിക്കായുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ്. ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മോഡൽ എക്സാമിനേഷനിലൂടെ, മോട്ടിവേഷണൽ പ്രോഗ്രാമുകളിലൂടെ നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ പരീക്ഷാ മെത്തേഡുകളിലൂടെ പരീക്ഷകൾ എഴുതി വിജയിക്കാൻ ആൽഫ അക്കാഡമി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ഇതേപോലുള്ള എൻട്രൻസ് പരീക്ഷകൾ ഏതുമാവട്ടെ, എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കാൻ ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം. ഇങ്ങനെ നിങ്ങളെ ഓരോ സമയത്തും ഹെൽപ്പ് ചെയ്യാനും നിങ്ങളെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്താനും ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ബെസ്റ്റ് വിഷസ്.